നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന്റെ അനുഭവം പങ്കുവച്ച മലയാളി വിനോദസഞ്ചാരികൾ നിലവിൽ പൊഖാറയിൽ സുരക്ഷിതരെന്ന സംഘം 2 കുട്ടികൾ ഉൾപ്പെടെ 36 അംഗ സംഘം ഇന്നലെ മണിക്കൂറുകളോളം മിന്നൽ പ്രളയത്തെ തുടർന്ന് വഴിയിൽ കുടുങ്ങിയെന്നും 60 കിലോമീറ്റർ ചുറ്റി യാത്ര ചെയ്ത് പുലർച്ചെ 2 മണിയോടെയാണ് പൊഖാറയിലെ ഹോട്ടലിൽ എത്തിയതെന്നും സംഘം പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ രാവിലെ കാർത്തമ്പ തിരിച്ച് മനഃശാമന ടെമ്പിളിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഗുവാച്ചി എന്ന സ്ഥലത്തെത്തുമ്പോൾ പെട്ടെന്ന് റോഡ് ബ്ലോക്ക് കണ്ടു. അങ്ങനെ ഞങ്ങൾ ആദ്യമൊക്കെ എന്തോ ആക്സിഡൻറ്റ് നല്ല രീതിയിൽ മാറിയെന്നാണ്. പിന്നെയാണ് അറിഞ്ഞത് ഇന്ന് മുകളിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്നും. അവിടുന്ന് ദൂരത്ത് നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ മരങ്ങളും മറ്റും ഒഴുകി പോകുന്നതായി കണ്ട് ഞങ്ങൾ പെട്ടെന്ന് താഴേക്ക് വന്നു. പുഴയുടെ സൈഡിലേക്ക് വന്ന സമയത്താണ് വാഹനങ്ങളും ഈ വീടുകളുടെ അവശിഷ്ടങ്ങളും മരങ്ങളും മറ്റും ശക്തിയെ ഒഴുകി പോകുന്നത് കണ്ടത്. അവിടുത്തെ ലോക്കൽ നാട്ടുകാർ പറഞ്ഞത് നിരവധി ആൾക്കാരും ഒഴുകി പോകുന്നത് കണ്ടിരുന്നു, കുറേ വാഹനങ്ങൾ ഒഴുകി പോകുന്നത് കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു. പിന്നെ കുറേ സമയം അവിടെ ഏകദേശം 9:45 ഞങ്ങൾ അവിടെ എത്തിയാന്ന് തോന്നുന്നു. 9:45 10 മണിക്കുള്ളിൽ എത്തിയാണ്. ഒരു 2:45 മണി വരെ ഞങ്ങളവിടെ കുടുങ്ങിപ്പോയി. ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാതെ, കാരണം ഞങ്ങൾ പോകേണ്ട വഴി മനഃക്കാമന ടെമ്പിളിലേക്കാണ് ഞങ്ങൾ പോകേണ്ടിയിരുന്നത്. ആ പോകുന്ന വഴി മൊത്തം റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. റോഡിലേക്ക് മൊത്തം ചളി വന്ന് പോകുന്ന ബ്രിഡ്ജുകളൊക്കെ പൊട്ടിപ്പോയി എന്നുള്ള വിവരമാണ് അവിടെ ലഭിച്ചത്. അതിനുശേഷം ഏകദേശം ഒരു 60 കിലോമീറ്റർ വനത്തിലൂടെ ചുറ്റിയാണ് ഞങ്ങൾ വീണ്ടും സേഫായ ചിറ്റുവാൻ എന്ന സ്ഥലത്തേത്. അവിടെ എത്തുമ്പോൾ ഏകദേശം രാത്രി 2:30 പുലർച്ചെ 2:30 ആയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഒരു 10 മണിയോടെയാണ് പൊക്രാനിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ചിറ്റുവാനിൽ സ്റ്റാർട്ട് ചെയ്ത് പൊക്രാനിലേക്ക് എത്തിയിട്ടുള്ളത്. പൊക്കാറയാണ് പൊക്കാറയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ സേഫാണ്, നല്ല കാലാവസ്ഥയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ ഫ്ലഡ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമാണ് തോന്നുന്നത്. ഏതായാലും ഞങ്ങളെ മൊത്തം ആൾക്കാരും സേഫാണ്. എല്ലാവരും ഇവിടെ ഇങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മൊത്തം ആൾക്കാരുണ്ട്. സിജു കണ്ണൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിജു, നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള മലയാളി വിനോദസഞ്ചാരികൾ. നിലവിൽ പൊഖാറയിൽ അവർ സുരക്ഷിതമാണെന്നും പറഞ്ഞു വെക്കുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ഏറെ നേരം യാത്ര ചെയ്യാനാവാതെ കുടുങ്ങിപ്പോയ മലയാളി സംഘമാണ് ഇപ്പോൾ അവർ സുരക്ഷിതരാണെന്നൊരു സന്ദേശം കൂടി നൽകുന്നത്. അവരിപ്പോൾ പൊക്കാറയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ഇവർ മിന്നൽ പ്രളയം ഉണ്ടായ ഭാഗത്ത് കുടുങ്ങിപ്പോയിരുന്നു. വാഹനങ്ങളും അതോടൊപ്പം തന്നെ മരങ്ങളും എല്ലാം തന്നെ പുഴയിൽ കൂടി കുത്തിയൊലിച്ചു പോകുന്ന ഞെട്ടിക്കുന്ന കാഴ്ചകൾ കണ്ടതിനെ കുറിച്ചാണ് അവർ ഇപ്പോൾ വിവരങ്ങൾ പറയുന്നത്. ഇവിടെ നിന്ന് 2:45 ഇന്നലെ ഉച്ചയ്ക്ക് യാത്ര തിരിച്ച് പുലർച്ചെ 2:30 സുരക്ഷിതമായ സ്ഥലത്തെത്തി. അവർ യാത്ര ചെയ്തെത്താൻ തീരുമാനിച്ചിരുന്ന പൊഖാറയിൽ എത്തിയെന്നാണ് അവർ പറയുന്നത്. അവരിപ്പോൾ പൊഖാറയിലാണുള്ളത്. അവിടെ കാലാവസ്ഥയും എല്ലാം അനുകൂലമാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എറണാകുളത്ത് നിന്നുള്ള ടൂർ ഓപ്പറേറ്റർ വഴി പോയ 36 അംഗ സംഘമാണ് ഇന്നലെ ഏറെ നേരം യാത്ര ചെയ്യാനാവാതെ ഈ മേഖലയിൽ കുടുങ്ങിയത്. 2 കുട്ടികളും ഉൾപ്പെടുന്ന സംഘമാണുള്ളത്. എറണാകുളത്തെ ടൂർ ഓപ്പറേറ്ററാണ് ഇവരെ കൊണ്ടുപോയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവർ നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത്. ഏതായാലും അവർ സുരക്ഷിതരാണെന്നൊരു വിവരം നൽകുന്നു. ഈ മിന്നൽ പ്രളയത്തിന്റെ അനുഭവമാണ് അവർ തുറന്നു പറഞ്ഞത്. ഏതായാലും അവരുടെ യാത്രയെല്ലാം തന്നെ നേരത്തെ തീരുമാനിച്ച നിലയിൽ തന്നെ കൃത്യമായി ക്രമീകരിച്ച് നേരത്തെ തീരുമാനിച്ച അതേ സമയത്ത് തന്നെ നാട്ടിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടുകൂടി ഗോരഖ്പൂരിൽ നിന്ന് അവർ ബംഗളൂരുവിലേക്ക് വിമാനമാർഗം എത്തും. അവിടെ നിന്ന് രാത്രി ട്രെയിൻ മാർഗം കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ആര്യ. ശരി, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.